ഇന്ത്യയിൽ ആദ്യമായി ടെലിഫോൺ സർവീസ് നിലവിൽ വന്നത് കൊൽക്കത്ത 1995. ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് 1997 ഫെബ്രുവരി 20. ഇന്ത്യയിൽ ആദ്യമായി മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി ആരംഭിച്ച നഗരം റോഹ്ടാക്ക്, ഹരിയാന. ഇന്ത്യയിൽ ആദ്യമായി 3G സർവീസ് ലഭ്യമായ നഗരം ഡൽഹി. കേരളത്തിൽ ആദ്യമായി 3G സർവീസ് ലഭ്യമായ നഗരം കോഴിക്കോട്. 4G സർവീസ് ലഭ്യമായ ഇന്ത്യൻ നഗരം കൊൽക്കത്ത. മൊബൈൽ ഡേറ്റ ഉപയോഗത്തിൽ ഒന്നാം സ്ഥാനമുള്ള രാജ്യം ഇന്ത്യ. സംസ്ഥാനത്തെ ആദ്യ മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻക്യുബേറ്റർ സ്ഥാപിക്കുന്നത് കോഴിക്കോട്. മൊബൈൽ ടവറുകളുടെ റേഡിയേഷൻ സംബന്ധിച്ചുള്ള സംശയങ്ങൾ പരിഹരിക്കുന്നതിനായി ടെലികോം വകുപ്പ് തുടങ്ങുന്ന പുതിയ പോർട്ടൽ തരംഗ് സഞ്ചാർ. 181 എന്ന ഹെൽപ്പ് ലൈൻ നമ്പർ ആദ്യമായി ആരംഭിച്ച നഗരം ഡൽഹി. ലോക ടെലികമ്മ്യൂണിക്കേഷൻ ദിനം മെയ് 17. ലോക ടെലിവിഷൻ ദിനം നവംബർ 21. ദേശീയ ടെലിഫോൺ ദിനം ഏപ്രിൽ 25. BSNL ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ്. BSNL രൂപീകൃതമായത് 2000 സെപ്റ്റംബർ 15. ഔദ്യോഗികമായി നിലവിൽ വന്നത് 2000 ഒക്ടോബർ 1. ആസ്ഥാനം ന്യൂഡൽഹി. BSNL ലഭ്യമല്ലാത്ത നഗരങ്ങൾ മുംബൈ, ന്യൂഡൽഹി. മുംബൈ, ന്യൂഡൽഹി നഗരങ്ങളിൽ ടെലിഫോൺ സേവനം ലഭ്യമാക്കുന്ന പൊതുമേഖലാ സ്ഥാപനം മഹാനഗർ ടെലിഫോൺ നിഗം ലിമിറ്റഡ്. BSNL 4G സേവനം രാജ്യത്ത് ആദ്യമായി നടപ്പാക്കുന്നത് ഉടമ്പൻചോല, ഇടുക്കി. BSNL വിദേശ സഞ്ചാർ നിഗം ലിമിറ്റഡ്. BSNL 1986 ഏപ്രിൽ 1 സ്ഥാപിതമായി. ആ സ്ഥാനം മുംബൈ. ഇന്ത്യയിൽ ഇന്റർനെറ്റുകളെ നിയന്ത്രിക്കുന്നത് BSNL ടാറ്റ കമ്മ്യൂണിക്കേഷൻ ലിമിറ്റഡ് എന്ന പേരിലേക്ക് മാറിയത് 2007 ഫെബ്രുവരി 13. BSNLന്റെ മുദ്രാവാക്യമാണ് കണക്റ്റിംഗ് ഇന്ത്യ. ഏതിന്റെ മുദ്രാവാക്യമാണ്? BSNLന്റെ. മഹാനഗർ ടെലിഫോൺ നിഗം ലിമിറ്റഡ് സ്ഥാപിതമായത് 1986 ഏപ്രിൽ 1. ആസ്ഥാനം ന്യൂഡൽഹി. MTNL മൊബൈൽ ഫോൺ സർവീസ് ഡോൾഫിൻ. ഇന്ത്യയിൽ ആദ്യമായി 3G മൊബൈൽ സംവിധാനം ഏർപ്പെടുത്തിയത് MTNL ആണ്.